ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്ത് കൊള്ളുവാനായിട്ട് വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഈ ദിവസങ്ങളിൽ പൗലോസ് അപ്പോസ്തലനെക്കുറിച്ചും പൗലോസ് അപ്പോസ്തലൻ്റെ മിഷണറി വേലയെക്കുറിച്ചും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇന്ന് നമുക്ക് കപ്പൽ അപകടത്തിൽ നിന്ന് കർത്താവ് ദൈവം പൗലോസിനെയും പൗലോസിൻ്റെ കൂടെയുള്ളവരെയും രക്ഷിച്ചു എന്നുള്ളത് നമുക്ക് പഠിക്കാം. പൗലോസിനെ അവർ വിചാരണ ചെയ്തു. എന്നാൽ ഫേലിക്സ് വിചാരണ ചെയ്തു, അഗ്രിപ്പ രാജാവ് വിചാരണ ചെയ്തു, ഫെസ്തോസ് വിചാരണ ചെയ്തു. ഇവരെല്ലാം വിചാരണ ചെയ്തെങ്കിലും പൗലോസിലൊരു കുറ്റവും കാണുവാനായിട്ട് ആർക്കും സാധിച്ചില്ല. എന്നാൽ എബ്രായയിലുള്ള ജനങ്ങൾ അവർ എങ്ങനെയെങ്കിലും ഈ പൗലോസിനെ കൊല്ലുവാനുള്ള വഴി അന്വേഷിച്ചുകൊണ്ടിരുന്നുകൊണ്ട് അവരുടെ ഇസ്രായേൽ മക്കളോടുള്ള അവരെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഫേലിക്സും മറ്റുള്ളവരും വിടാതെ തടവിൽ തന്നെ ആക്കിയിരുന്നതായിട്ട് നമ്മൾ കാണും. അത് കഴിഞ്ഞിട്ട് പൗലോസിനോട് തിരിച്ച് യെരുശലേമിലേക്ക് പോകുവാനായിട്ട് പറഞ്ഞപ്പോൾ പൗലോസ് കൈസരെ അഭയം ചൊല്ലിയതായിട്ട് കാണാനായിട്ട് കണ്ടു. അങ്ങനെ റോമിലേക്ക് പോകുവാൻ കൽപ്പനയായപ്പോൾ റോമിൽ പൗലോസിനെയും മറ്റു ചില തടവുകാരെയും ശതാധിപനായ യൂലിയസിനെ ഏൽപ്പിച്ചു. അവർ കപ്പൽ യാത്ര ആരംഭിച്ചു. സുബ തുറമുഖത്തെത്തി. പൗലോസ് പറഞ്ഞു, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും നഷ്ടങ്ങൾ വരും, അതുകൊണ്ട് ഇപ്പോൾ യാത്ര പുറപ്പെടാതെ പിന്നീട് പുറപ്പെടാമെന്ന് പറഞ്ഞു. എന്നാൽ ശതാധിപനായ യൂലിയസ് പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലുമിയുടെയും കപ്പൽ ഉടമസ്ഥൻ്റെയും വാക്കുകേട്ട് യാത്ര തുടർന്നു. എന്നാൽ ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു അവർക്ക് പോകുവാൻ സാധിക്കാതെ വണ്ണം ആയിത്തീർന്നു. കൊടുങ്കാറ്റ് കൊണ്ട് പ്രയാസപ്പെട്ടതുകൊണ്ട് കപ്പൽ ചരക്കും മാത്രമല്ല കപ്പൽ കോപ്പും കടലിൽ തള്ളിക്കളഞ്ഞു. എല്ലാവരും ഭയപ്പെട്ടു, ഭക്ഷണം പോലും കഴിക്കാതിരുന്നു. അപ്പോൾ പൗലോസ് പറഞ്ഞു, എൻ്റെ വാക്കനുസരിച്ച് ക്രോത്തയിൽ നിന്ന് കപ്പൽ നീക്കാതിരുന്നെങ്കിൽ ഈ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകിയില്ലായിരുന്നു. എന്നാൽ ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നീ കൈസരുടെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. മാത്രമല്ല, അതുകൊണ്ട് ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് മാത്രമല്ല, നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെയും ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഭയപ്പെടേണ്ട, ആരുടെയും പ്രാണന് ഹാനി വരികയില്ല എന്ന് പറഞ്ഞു. പൗലോസിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു. ആ ദൈവത്തിൻ്റെ ശക്തി എന്താണെന്നുള്ളത് പൗലോസ് രുചിച്ചറിഞ്ഞു. അവൻ തടവുകാരനായിട്ട് കൊല്ലപ്പെടുവാനായിട്ട് റോമിലേക്ക് പോവുകയാണ്. എന്നാലും പറയുകയാണ്, ഈ കപ്പലിലുള്ളവരെ രക്ഷിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിവുണ്ട്. അവർ ചിലപ്പോൾ കളിയാക്കി തിരിച്ചു ചോദിച്ചേനെ, എന്നാൽ പിന്നെ നിന്നെ ദൈവം എന്തുകൊണ്ട് രക്ഷിച്ചില്ല? അത് പൗലോസിന് അതിനുള്ള മറുപടിയുണ്ട്. എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് നടക്കുന്നത് എന്ന് പൗലോസിന് അറിയാമായിരുന്നുകൊണ്ടാണ് പൗലോസ് അത് പറയാൻ. നമുക്ക് പൗലോസിൻ്റെ ധൈര്യത്തെ കാണാനായിട്ട് സാധിക്കും. പൗലോസിൻ്റെ വിശ്വാസത്തെ കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, കഷ്ടതയുടെ മധ്യത്തിൽ സന്തോഷവാനായിരിക്കുന്ന പൗലോസിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്ന പൗലോസിനെ കാണുവാനായിട്ട് സാധിക്കും. അവിടെ പറയുകയാണ്, അതുകൊണ്ട് ഭയപ്പെടേണ്ട, ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എന്നാൽ പൗലോസിന് ചിന്തിക്കാമായിരുന്നു, ഞാൻ പറഞ്ഞതനുസരിച്ച് അവർ ഈ കപ്പൽ പുറപ്പെടുവിക്കാതിരുന്നെങ്കിൽ യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ വാക്കിനേക്കാൾ അധികമായിട്ട് മാലുമിയുടെയും കപ്പലുടമസ്ഥൻ്റെയും വാക്ക് കേട്ടല്ലോ. ഇതൊന്നും പൗലോസ് ചിന്തിച്ചതേയില്ല എന്ന് നമുക്ക് കാണാനായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പൗലോസ് പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കുന്ന ഇന്ന് 14ാമത്തെ ദിവസമാണ്, നിങ്ങൾ ആഹാരം കഴിക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം നിങ്ങൾ ആരുടെയും ഒരു തലയിലെ രോമം പോലും നഷ്ടമാകില്ല എന്ന് പൗലോസ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് തടവുകാരനായ പൗലോസിന് അവിടെയുള്ള ആ ദൈവത്തിലുള്ള ആശ്രയ മുഖാന്തരമായിട്ട് പൗലോസിന് ആ കപ്പലിലും ഒരു സ്ഥാനമുണ്ടായിരുന്നെന്ന് കാണാനായിട്ട് സാധിക്കും. പൗലോസ് എന്ത് ചെയ്തെന്ന് പൗലോസ് അപ്പം എടുത്ത് എല്ലാവരും കാണുകയെ ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തിന്നു തുടങ്ങി. ആ സാഹചര്യത്തിലും ദൈവത്തെ സ്തുതിക്കുന്ന പൗലോസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു. 14 ദിവസം പട്ടിണി കിടന്നതാണ്. 14 ദിവസമായിട്ട് അവർ ഒന്നും കഴിക്കാതിരിക്കുകയാണ്. എന്നാൽ പൗലോസ്
അപ്പോൾ അവർ കാരണം മരണഭയം, മരിച്ചു പോകും, ഈ നഷ്ടമുണ്ടാകും, ഞങ്ങൾക്ക് വെള്ളത്തിൽ മുങ്ങി മരിക്കും എന്നുള്ള ഭയം കാരണമാണ് അവർ ഭക്ഷണം പോലും കഴിക്കാതിരുന്നത്. എന്നാൽ പൗലോസിൻ്റെ ധൈര്യം അവരെ ധൈര്യപ്പെടുത്തി. അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു. കപ്പലിലാകെ 276 പേരുണ്ടായിരുന്നു. എല്ലാവരും തിന്ന് തൃപ്തി വന്ന ശേഷം ബാക്കി ധാന്യം കപ്പലിൻ്റെ ഭാരം കുറയ്ക്കുവാനായിട്ട് കടലിൽ കളഞ്ഞു. അങ്ങനെ വെളിച്ചമായപ്പോൾ അവർ ഒരു തുറ കണ്ടു. അവർ കരയ്ക്ക് നേരെ ഓടി. കപ്പൽ ഒരു സ്ഥലത്ത് അടിഞ്ഞു. അണിയം ഉറച്ച് ഇളക്കമില്ലാതെയായി. നീന്തുവാൻ കഴിവുള്ളവരൊക്കെ നീന്തി കര കയറി. ബാക്കിയുള്ളവർക്ക് കപ്പലിൻ്റെ ഖണ്ണങ്ങളുടെ മേലുമായി കരയ്ക്കെത്തി. അങ്ങനെ എല്ലാവരും പൗലോസ് പറഞ്ഞതുപോലെ രക്ഷപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ദൈവം എത്ര സർവശക്തനാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ ഇതിൽ നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ധൈര്യത്തോടു കൂടി ശത്രുവിൻ്റെ മുമ്പാകെ നിൽക്കുന്ന പൗലോസിനെ കാണാം. ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കുന്ന ദൈവത്തെ നമുക്ക് രണ്ടാമതായിട്ട് കാണാനായിട്ട് സാധിക്കും. പൗലോസ് ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു, അവനിൽ തന്നെ ആശ്രയിച്ചു എന്ന് മൂന്നാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല പൗലോസിൻ്റെ വാക്കാൽ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുവാനായിട്ട് നാലാമതായിട്ട് അത് പൗലോസിന് സാധിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ അവസ്ഥയിലും പൗലോസിനോട് കൂടെ ദൈവമുണ്ടായിരുന്നു. ദൈവം അവന് പ്രത്യക്ഷപ്പെട്ട് അവന് ദർശനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏത് സാഹചര്യങ്ങളിലും കൂടിയിരിക്കുന്ന ദൈവത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല നമുക്ക് പൗലോസ് ആ ഭക്ഷണം എടുത്ത് വാഴ്ത്തി അവൻ ഭക്ഷിച്ചു ദൈവത്തെ സ്തുതിക്കുന്നതായിട്ടും ആ സാഹചര്യത്തിലും ദൈവത്തെ സ്തുതിക്കുന്നതായിട്ടും കാണുവാനായിട്ട് സാധിച്ചു. പൗലോസ് മുഖാന്തരം ആ കപ്പലിലുള്ളവർ രക്ഷപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ജീവിതം കൊണ്ട് പൗലോസ് അപ്പോസ്തലനെ പോലെ നമുക്കും മറ്റുള്ളവർക്ക് ഉപകാരമായിട്ട് തീരുവാൻ, കർത്താവിനെ ഏത് സാഹചര്യത്തിലും വിശ്വസിക്കുവാൻ, മറ്റുള്ളവർക്കൊരു സഹായമായിട്ടിരിപ്പാൻ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവരായിട്ടിരിപ്പാൻ, മറ്റുള്ളവരെ രക്ഷിക്കുന്നവരായിട്ടിരിപ്പാൻ കർത്താവ് നമ്മളെയും സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.